അവസാന വീഡിയോയിൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ സജീവമാക്കുന്നതിന് ഒരു സർക്യൂട്ട് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും നിർമ്മിക്കാമെന്നും പരീക്ഷിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു. 4 or 2 വാൽവുകളിൽ ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിനുള്ള സർക്യൂട്ട്. സ്റ്റെപ്പ് 1. നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ 4 or 2 വാൽവ് സിലിണ്ടറിൽ ഇരട്ട ആക്ടിംഗ് സിലിണ്ടറിനായി ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ച് ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുക. സ്റ്റെപ്പ് 2. സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിനും സർക്യൂട്ടിലെ വിവിധ പോയിന്റുകളിൽ മർദ്ദം നിരീക്ഷിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. സ്റ്റെപ്പ് 3. വരച്ച അംഗീകൃത സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ഹൈഡ്രോളിക് ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4. ട്രെയിനർ കിറ്റിലെ ഘടകങ്ങൾ മൗണ്ട് ചെയ്ത് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5. ഓൺ ഹൈഡ്രോളിക് പമ്പ് മാറ്റുന്നതിനു മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുക. സ്റ്റെപ്പ് 6. ഹൈഡ്രോളിക് പമ്പ് ഓൺ ആക്കുക. സ്റ്റെപ്പ് 7. എന്തെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 8. കണക്ടറുകളും പൈപ്പുകളും വീണ്ടും ഘടിപ്പിച്ചുകൊണ്ട് ചോർച്ച ഒഴിവാക്കുക. സ്റ്റെപ്പ് 9. കണക്ടറും പൈപ്പുകളും മുറുക്കിക്കൊണ്ട് ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. ടാബുലേഷനിൽ വാൽവിന്റെ സ്ഥാനവും സിലിണ്ടറിന്റെ സ്ഥാനവും ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 10. ദിശ നിയന്ത്രണ വാൽവ് പ്രവർത്തനക്ഷമമാക്കുകയും വാൽവിന്റെയും സിലിണ്ടറിന്റെയും പുതിയ സ്ഥാനം ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 11. ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 12. വാൽവുകളും മറ്റ് ഘടകങ്ങളും വിച്ഛേദിച്ച് അതാത് സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക. സീൻ 2. 4 or 3 വാൽവുകളിൽ ഇരട്ട ആക്ടിംഗ് സിലിണ്ടറിനുള്ള സർക്യൂട്ട്. 4 or 3 ദിശാനിയന്ത്രണ വാൽവ് ഉപയോഗിച്ച് ഇരട്ട ആക്ടിംഗ് സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിന് ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുക, നിർമ്മിക്കുക, പരീക്ഷിക്കുക. നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ 4 or 3 വാൽവ് സിലിണ്ടറിൽ ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിലേക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ച് ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുക. സ്റ്റെപ്പ് 2. സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിനും സർക്യൂട്ടിലെ വിവിധ പോയിന്റുകളിൽ മർദ്ദം നിരീക്ഷിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. സ്റ്റെപ്പ് 3. വരച്ച അംഗീകൃത സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ഹൈഡ്രോളിക് ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4. ട്രെയിനർ കിറ്റിലെ ഘടകങ്ങൾ മൗണ്ട് ചെയ്ത് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5. ഓൺ ഹൈഡ്രോളിക് പമ്പ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുക. സ്റ്റെപ്പ് 6. ഹൈഡ്രോളിക് പമ്പ് ഓൺ ആക്കുക. സ്റ്റെപ്പ് 7. എന്തെങ്കിലും ചോർച്ച ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 8. കണക്ടറുകളും പൈപ്പുകളും വീണ്ടും ഘടിപ്പിച്ചുകൊണ്ട് ചോർച്ച ഒഴിവാക്കുക. സ്റ്റെപ്പ് 9. കണക്ടറും പൈപ്പുകളും മുറുക്കിക്കൊണ്ട് ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. ടാബുലേഷനിൽ വാൽവിന്റെ സ്ഥാനവും സിലിണ്ടറിന്റെ സ്ഥാനവും ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 10. ദിശാനിയന്ത്രണ വാൽവ് പ്രവർത്തനക്ഷമമാക്കുകയും വാൽവിന്റെയും സിലിണ്ടറിന്റെയും പുതിയ സ്ഥാനം ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 2. സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിനും സർക്യൂട്ടിലെ വിവിധ പോയിന്റുകളിൽ മർദ്ദം നിരീക്ഷിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. സ്റ്റെപ്പ് 3. വരച്ച അംഗീകൃത സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ഹൈഡ്രോളിക് ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4. ട്രെയിനർ കിറ്റിലെ ഘടകങ്ങൾ മൗണ്ട് ചെയ്ത് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5. ഓൺ ഹൈഡ്രോളിക് പമ്പ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുക. സ്റ്റെപ്പ് 6. ഹൈഡ്രോളിക് പമ്പ് ഓൺ ആക്കുക. സ്റ്റെപ്പ് 7. എന്തെങ്കിലും ചോർച്ച ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 8. കണക്ടറുകളും പൈപ്പുകളും വീണ്ടും ഘടിപ്പിച്ചുകൊണ്ട് ചോർച്ച ഒഴിവാക്കുക. സ്റ്റെപ്പ് 9. കണക്ടറും പൈപ്പുകളും മുറുക്കിക്കൊണ്ട് ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. ടാബുലേഷനിൽ വാൽവിന്റെ സ്ഥാനവും സിലിണ്ടറിന്റെ സ്ഥാനവും ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 11. ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 12. വാൽവുകളും മറ്റ് ഘടകങ്ങളും വിച്ഛേദിച്ച് അതാത് സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക. ഈ വീഡിയോയിൽ ഇതുവരെ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നിവ സജീവമാക്കുന്നതിന് ഒരു സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നും പരീക്ഷിക്കാമെന്നും ഒരു ഹൈഡ്രോമിറ്റ് ആക്ച്വേറ്റഡ് ചെയ്യുന്നതിന് ഒരു സർക്യൂട്ട് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും നിർമ്മിക്കാമെന്നും പരീക്ഷിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു. വീഡിയോ കണ്ടതിന് നന്ദി.